ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് +1 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും +1 സയൻസുകാരാണ് അല്ലേ? അപ്പോൾ സയൻസിലെ ഒരു വിഭാഗമാണ് കെമിസ്ട്രി. പക്ഷെ എന്താണ് ആക്ച്വലി കെമിസ്ട്രി? എന്തിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ കെമിസ്ട്രി എന്ന് പറയുന്നത്? അത് നമുക്ക് ആദ്യം നോക്കാം. നമ്മളധികവും കേൾക്കുന്ന ഒരു ടേമാണ് കെമിസ്ട്രി. ഇന്നത്തെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളധികവും കേൾക്കുന്ന ഒരു ടേമാണ് കെമിസ്ട്രി. ആ ഒരു ചർച്ചയ്ക്കിടയിലുള്ള കെമിസ്ട്രി ശരിക്കും വർക്കൗട്ട് ആയില്ല, ഇങ്ങനെയുള്ള ടേമുകൾ നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. അപ്പോൾ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ഏത് വസ്തുവിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് സ്റ്റഡിയെയാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി കംപ്ലീറ്റ് സ്റ്റഡി ഓഫ് മാറ്റർ. ഒരു വസ്തുവിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉൾപ്പെടണം അതിൻ്റെ അകത്ത്? ആ വസ്തു എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ വസ്തുവിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട്, എന്തൊക്കെ കൊണ്ടാണ് ഈ വസ്തു നിർമ്മിച്ചിരിക്കുന്നത്, ആ വസ്തുവിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ആ വസ്തുവിൻ്റെ റിയാക്ഷനുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കെമിസ്ട്രി പഠിക്കുക എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി complete study of matter, which includes how it is prepared, what are its constituent particles, what are its properties, what are its reactions, and about its structure. ഇങ്ങനെയുള്ള ഈ ഒരു മാറ്ററിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് നോളജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കെമിസ്ട്രി. ഇറ്റ് ഈസ് ദി കംപ്ലീറ്റ് സ്റ്റഡി ഓഫ് മാറ്റർ വിച്ച് ഇൻക്ലൂഡ് its constituent particles, its preparation, its geometry, its properties, its reaction, etc. അപ്പോൾ നമ്മൾ പറഞ്ഞു മാറ്ററിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് കെമിസ്ട്രി അല്ലേ? അപ്പോൾ അടുത്തതായിട്ട് നമുക്കിനി മാറ്ററിനൊരു ഡെഫിനേഷൻ കൊടുക്കാം. എന്തിനെയാണ് നമ്മൾ മാറ്റർ, വസ്തുക്കൾ എന്ന് പറയുന്നത്? അതിനുള്ള ഡെഫിനേഷൻ ഇതാണ്: എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് വിച്ച് നീഡ് സ്പേസ് ടു ഓക്കുപ്പൈ. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായിട്ടുള്ളതും മാസുള്ളതുമായ എന്തിനേയും നമുക്കെന്ത് വിളിക്കാം? മാറ്റർ എന്ന് വിളിക്കാം. എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് വിച്ച് ഓക്കുപ്പൈസ് ഇൻ സ്പേസ് ഈസ് കോൾഡ് മാറ്റർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തിനാണോ സ്ഥിതി ചെയ്യാൻ കുറച്ച് സ്ഥലം ആവശ്യമുള്ളത്, എന്തിനാണോ മാസ് ഉള്ളത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാറ്റർ. ക്ലിയർ അല്ലേ? ഈ മാറ്റർ വസ്തുക്കൾ പല സ്റ്റേറ്റിൽ, ഫിസിക്കൽ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ, ഇപ്പം വെള്ളം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ വളരെ തണുപ്പുള്ളൊരു സ്ഥലത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ 0 ഡിഗ്രിയിലും കുറഞ്ഞ ടെമ്പറേച്ചറുള്ള സ്ഥലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വാട്ടർ ഏത് രൂപത്തിൽ നമുക്ക് കാണാം? ഐസിൻ്റെ രൂപത്തിൽ, അതായത് ഖരാവസ്ഥയിൽ അല്ലേ? അതിനാണ് നമ്മൾ പറയുന്നത് സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ വാട്ടറിൻ്റെ സോളിഡ് സ്റ്റേറ്റ് ആണ് ഐസ്. അപ്പോൾ വസ്തുക്കൾ ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യാറുണ്ട്, സോളിഡ് സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യാറുണ്ട്. അപ്പോൾ അത് വസ്തു സ്ഥിതി ചെയ്യുന്ന ഒരവസ്ഥയാണ് സോളിഡ് സ്റ്റേറ്റ്. ദെൻ കുറച്ചുകൂടി ഹൈ ടെമ്പറേച്ചർ, നമ്മുടെ ഇവിടെയൊക്കെയുള്ള അവസ്ഥയിൽ റൂം ടെമ്പറേച്ചറിൽ എന്താണ് വാട്ടറിൻ്റെ അവസ്ഥ? അതെന്ത് ഫോമിലാണുള്ളത്? ലിക്വിഡ് അവസ്ഥയിലാണുള്ളത്, ലിക്വിഡ് സ്റ്റേറ്റിലാണുള്ളത് ആണല്ലോ. ഇനി നമ്മൾ ഈ വാട്ടറിനൊരു കുറച്ചുകൂടി ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്നു. അങ്ങനെ ഹൈ ടെമ്പറേച്ചർ കൊടുത്ത് ഏകദേശം ഒരു 100 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എത്തുന്ന സമയത്ത് ഇതേ വാട്ടർ എന്തായിട്ട് മാറും? ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകും, ഗ്യാസ് ആയിട്ട് മാറും. അതിന് നമ്മൾ എന്താണ് വിളിക്കുക? വാട്ടർ വേപ്പർ എന്നാണ് വിളിക്കുക, വാട്ടറിൻ്റെ കേസാണെങ്കിൽ. ക്ലിയർ അല്ലേ? അപ്പോൾ മാറ്ററിന് ഇതുപോലെ വ്യത്യസ്ത ടെമ്പറേച്ചറുകളിൽ വ്യത്യസ്ത ഫിസിക്കൽ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഏതൊക്കെ ഫിസിക്കൽ സ്റ്റേറ്റിലാണ് മാറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു, മാറ്റർ ലിക്വിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്, മാറ്റർ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ മാറ്ററിൻ്റെ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റുകളാണ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് ആണല്ലോ. പക്ഷേ ആക്ച്വലി ഈ 3 സ്റ്റേറ്റ് മാത്രമൊന്നല്ല ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് പ്ലാസ്മ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. ഈ പ്ലാസ്മ സ്റ്റേറ്റ് വരെ നാച്ചുറലായിട്ട് കാണപ്പെടുന്ന വസ്തുക്കളുടെ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റുകളാണ്. അത് കഴിഞ്ഞാലും മാൻമെയ്ഡ് ഫിസിക്കൽ സ്റ്റേറ്റുകളുണ്ട് മാറ്ററിന്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഉണ്ട്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നൊക്കെ പറയും.
ഓക്കെ, അതൊന്നും ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങളിപ്പം പഠിക്കുന്നത് നേച്ചുറലായിട്ട് നമ്മളൊരു മാറ്ററിൻ്റെ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ കാണുന്ന അവസ്ഥകളാണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഇതിൽ സോളിഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിക്കിളുകളൊക്കെ നമുക്ക് സോളിഡിലും കണ്ടാൽ തന്നെ അറിയാൻ എന്തുണ്ട്, ഒരു ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ട്. പിന്നെ മാറ്റർ ആണല്ലോ, അപ്പോൾ നാച്ചുറലായിട്ട് എന്തുണ്ടാവും, അതിന് ഡെഫിനറ്റ് മാസ് ഉണ്ട്. അതിന് സ്ഥിതി ചെയ്യാൻ ഒരു കൃത്യമായ സ്ഥലവും ആവശ്യമാണ്. ഡെഫിനറ്റ് വോളിയം ഉണ്ടായിരിക്കും. സോ സോളിഡ് പൊസസ് ഡെഫിനറ്റ് മാസ്, ഡെഫിനറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനറ്റ് വോളിയം. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡെഫിനറ്റ് ഷേപ്പൊക്കെ അതിന് കിട്ടുന്നത്? കാരണം അതിൻ്റെ അകത്തുള്ള പാർട്ടിക്കിളുകൾ, അത് നിർമ്മിച്ചിരിക്കുന്ന പാർട്ടിക്കിളുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. പരസ്പരം ടച്ച് ചെയ്തുകൊണ്ട് വളരെ അടുത്തടുത്തായിരിക്കും ഈ സോളിഡിലുള്ള പാർട്ടിക്കിളുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ അറേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് അതിനൊരു ഡെഫിനറ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടുന്നത്. ക്ലിയർ? സോ ഇൻ സോളിഡ്സ് പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ് ആൻഡ് in solid state matter have definite mass, definite volume and definite shape. അടുത്ത നമ്മൾ നോക്കുന്നത് അടുത്ത ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ പ്രത്യേകത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ we know liquids can flow. നമ്മൾ വാട്ടറിനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കില്ല, അതിനെന്ത് ചെയ്യാൻ പറ്റും, ഫ്ലോ ചെയ്യാൻ പറ്റും. അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾ അങ്ങനെ ക്ലോസ്ലി പാക്ഡ് അല്ല എന്നുള്ളതാണ്. ക്ലോസ്ലി പാക്ഡ് ആണെങ്കിൽ പിന്നെ അതിനധികം മൂവ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ കുറച്ച് ലൂസ്ലി പാക്ഡ് ആയതുകൊണ്ടാണ് ഇതിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഫ്ലോ ചെയ്യാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് ഇത് തന്നെയാണ്. ഇൻ ലിക്വിഡ്സ് പാർട്ടിക്കിൾസ് ആർ ലൂസ്ലി പാക്ഡ്. ക്ലിയർ? അങ്ങനെ ലൂസ്ലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാറ്റർ ആണ്, അതുകൊണ്ട് തന്നെ അതിന് എന്തുണ്ട്, ഡെഫിനറ്റ് മാസ് ഉണ്ട്. ഇറ്റ് പൊസസ് ഡെഫിനറ്റ് മാസ് ആൻഡ് ഇറ്റ് പൊസസ് ഡെഫിനറ്റ് വോളിയം ഓൾസോ. ഇപ്പം നമ്മൾ 1 ലിറ്റർ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അത് ഏത് ഷേപ്പിൽ വെച്ച് കഴിഞ്ഞാലും അത് എത്ര തന്നെ ഉണ്ടാവും, 1 ലിറ്റർ തന്നെ ഉണ്ടാവും. അതിൻ്റെ വോളിയം ചേഞ്ച് ചെയ്യില്ല. ഇറ്റ് പൊസസ് ഡെഫിനറ്റ് വോളിയം. സ്ഥിതി ചെയ്യാൻ അതിന് ആവശ്യമായിട്ടുള്ള സ്ഥലം എന്താണ്, സെയിം തന്നെയാണ്. ഇറ്റ് പൊസസ് ഡെഫിനറ്റ് മാസ്, ഡെഫിനറ്റ് വോളിയം, ബട്ട് ഇറ്റ് പൊസസ് ദി ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ. വാട്ടർ നമ്മളൊരു ഗ്ലാസ്സിലെടുത്തു കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ ഷേപ്പായിരിക്കും, ഒരു ട്രേയിലെടുത്തു കഴിഞ്ഞാൽ വാട്ടറിന് ഏതിൻ്റെ ഷേപ്പായിരിക്കും, ട്രേയുടെ ഷേപ്പായിരിക്കും. ക്ലിയർ? അതിനൊരു ഡെഫിനറ്റ് ഷേപ്പില്ല. ഇറ്റ് അക്വേഴ്സ് ദി ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ. അത് ഏതിൻ്റെ അകത്താണോ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഷേപ്പായിരിക്കും ഏതിനുണ്ടാവുക, ലിക്വിഡിനുണ്ടാവുക. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് ചെറിയ ക്ലാസ്സിൽ. ഓക്കെ, അതുകൊണ്ട് ഞാൻ സ്പീഡിൽ പോവുകയാണ്. അടുത്തത് ഗ്യാസ്. ഗ്യാസിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. ഒരു ചന്ദനത്തിരി ഇപ്പോൾ ഇവിടെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് എന്ത് ചെയ്യും, ത്രൂ ഔട്ട് എല്ലായിടത്തും പരക്കും. ഗ്യാസുകൾ ലിക്വിഡിനേക്കാളും സ്പീഡിൽ എല്ലായിടത്തേക്കും എന്ത് ചെയ്യുന്നു, ഫ്ലോ ചെയ്യുന്നു. അതായത് പാർട്ടിക്കിൾസുകളെല്ലാം വളരെ വളരെ അകലത്തിലാണുള്ളത്. തമ്മിൽ അധികം അട്രാക്ഷൻ ഒന്നുമില്ല. പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ അങ്ങ് മൂവ് ചെയ്യാൻ പറ്റും. സോ പാർട്ടിക്കിൾസ് ആർ ഫാർ എപ്പാർട്ട് ഫ്രം ഈച്ച് അതർ. അതുകൊണ്ട് തന്നെ അതിനെന്തുണ്ടാവില്ല, ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടാവില്ല, ഡെഫിനറ്റ് വോളിയം ഉണ്ടാവില്ല. ബട്ട് സിൻസ് ഇറ്റ് ഇസ് എ മാറ്റർ ഇറ്റ് ഷുഡ് പൊസസ് എ ഡെഫിനറ്റ് മാസ്. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടി പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഇൻ ഗ്യാസ് പാർട്ടിക്കിൾസ് ആർ ഫാർ എപ്പാർട്ട് ഫ്രം ഈച്ച് അതർ and it possesses definite mass but it do not have definite volume or definite shape. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇതാണ് മാറ്ററിൻ്റെ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റുകളും അതിൻ്റെ എക്സ്പ്ലനേഷനും. അടുത്തത് നമ്മൾ നോക്കുന്നത് മാറ്ററിനെ എങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. എങ്ങനെയൊക്കെയാണ് നമുക്ക് മാറ്ററിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, വസ്തുക്കളെ എങ്ങനെയൊക്കെ തരംതിരിക്കാൻ പറ്റും. നമ്മൾ മെയിനായിട്ട് മാറ്റർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ആൻഡ് ദേ ആർ പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ്. എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വസ്തു മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്യുവർ സബ്സ്റ്റൻസ്. ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ, സബ്സ്റ്റൻസുകളെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിക്സ്ചർ. നിങ്ങൾ കഴിക്കുന്ന മിക്സ്ചർ ഇല്ലേ, അത് തന്നെ ഓർത്താൽ മതി. കുറേ സാധനങ്ങളില്ലേ അതിൻ്റെ അകത്ത്, അതുകൊണ്ടാണ് അതിന് മിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസുകൾ കമ്പൈൻ ചെയ്തതാണ് എന്ത്, മിക്സ്ചേഴ്സ്. മിക്സ്ചേഴ്സ് കൺസിസ്റ്റ് ഓഫ് 2 or more substances. ക്ലിയർ?
We can classify mixture into two types, heterogeneous mixture and homogeneous mixture. Homogeneous mixture എക്സാമ്പിൾ ആണ് ഇപ്പം നമ്മൾ സോൾട്ടും വാട്ടറും കൂടി രണ്ട് വ്യത്യസ്ത സബ്സ്റ്റൻസുകളാണ്, ഒന്ന് സോൾട്ട് ഒന്ന് വാട്ടർ. ഇതിനെ രണ്ടിനെയും കൂടി മിക്സ് ചെയ്യുന്നു, എന്തായിട്ട് മാറും? അത് സോൾട്ട് സൊല്യൂഷൻ ആയിട്ട് മാറും. ഈ സോൾട്ട് സൊല്യൂഷൻ നമ്മളെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ഇതിൽ സോൾട്ട് ഏതാണ് വാട്ടർ ഏതാണെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ലല്ലോ, ബിക്കോസ് ദേ ഗെറ്റ് കംപ്ലീറ്റ്ലി മിക്സ്ഡ് വിത്ത് ഈച്ച് അതർ. ക്ലിയർ? ഇനി ഈ സോൾട്ട് സൊല്യൂഷനിൽ ഒരു ഗ്ലാസ് സോൾട്ട് സൊല്യൂഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങൾ കുറച്ച് ആ സൊല്യൂഷൻ എടുത്ത് കുടിച്ചു നോക്കി, സ്പൂൺ കുറച്ചും കൂടി താഴെ എടുത്ത് അടിഭാഗത്ത് നിന്ന് കുറച്ച് സോൾട്ട് സൊല്യൂഷൻ എടുത്ത് കുടിച്ചു നോക്കി, രണ്ടിൻ്റെ ഉപ്പ് എന്തോ എങ്ങനെയായിരിക്കും? അതിൻ്റെ ഉപ്പ് ഇടുന്ന സോൾട്ട്നെസ് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കില്ലേ? അതായത് ഇൻ ഹോമോജീനിയസ് മിക്സ്ചർ the composition of the different substance will be uniform throughout. ആ രണ്ട് വസ്തുക്കളും ചേർന്നിരിക്കുന്ന ആ കോമ്പോസിഷൻ ഒരു പർട്ടിക്കുലർ റേഷ്യോയിലായിരിക്കില്ല ഇത് കമ്പൈൻ ചെയ്തത്. ആ റേഷ്യോ ത്രൂ ഔട്ട് എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഹോമോജീനിയസ് മിക്സ്ചേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? They surely contains two or more substances, but they completely mix with each other and their composition എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത വസ്തുക്കൾ കൂടിച്ചേരുന്ന റേഷ്യോ. their composition will be uniform എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലെ ത്രൂ ഔട്ട് എല്ലായിടത്തും. ക്ലിയർ? അങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോമോജീനിയസ് മിക്സ്ചർ. In homogeneous mixture, substances mix with each other completely and their composition is uniform throughout. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ പറ്റും? സോൾട്ട് സൊല്യൂഷൻ പറയാം അല്ലേ? ഷുഗർ സൊല്യൂഷൻ പറയാൻ സാധിക്കും. ഷുഗറും വാട്ടറും ചേർന്നാൽ നമുക്കതിനെ വേർതിരിച്ച് കാണാനോ അതിൻ്റെ കോമ്പോസിഷൻ ഒരു സ്ഥലത്ത് മാറാനോ ഒന്നും സാധ്യതയില്ല. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് ഒരേ കോമ്പോസിഷനിലായിരിക്കും. ടീ, ചായ വെച്ച് കഴിഞ്ഞാൽ ആ ടീയുടെ ടേസ്റ്റ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കൂലേ? അപ്പോൾ ടീയും എന്തിന് എക്സാമ്പിളാണ്? ഹോമോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിളാണ്. എല്ലാ അലോയ്സ് നോക്കിക്കഴിഞ്ഞാലും അതെന്തിന് എക്സാമ്പിളാണ്? ഹോമോജീനിയസ് മിക്സ്ചർ. അലോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹസങ്കരങ്ങൾ, ബ്രോൺസും ബ്രാസും ഒക്കെ. ഓക്കെ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഹോമോജീനിയസ് മിക്സ്ചേഴ്സിന് എക്സാമ്പിളാണ്. അടുത്തത് ഹെട്രോജീനിയസ് മിക്സ്ചർ. ഹെട്രോജീനിയസ് മിക്സ്ചറിൻ്റെ പ്രത്യേകത, രണ്ട് സബ്സ്റ്റൻസുകൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവയെ വേർതിരിച്ച് കാണാൻ സാധിക്കണം. അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? മിക്സ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെട്രോജീനിയസ് മിക്സ്ചർ. എക്സാമ്പിളായിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര എടുക്കുന്നു, കുറച്ച് കല്ലെടുക്കുന്നു, രണ്ടും കൂടി മിക്സ് ചെയ്യുന്നു. അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര എടുക്കുന്നു, കുറച്ച് ചെറുപയർ എടുക്കുന്നു, രണ്ടും കൂടി മിക്സ് ചെയ്യുന്നു. നമുക്കെപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ അകത്ത് ചെറുപയർ ഏതാണ് പഞ്ചസാര ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ലേ? ക്ലിയർ? അങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെട്രോജീനിയസ് മിക്സ്ചർ. എന്തൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ്? ദി സബ്സ്റ്റൻസ് വിൽ നോട്ട് കംപ്ലീറ്റ്ലി മിക്സ് വിത്ത് ഈച്ച് അതർ ആൻഡ് ദർ കോമ്പോസിഷൻ വിൽ നോട്ട് ബി യൂണിഫോം ത്രൂ ഔട്ട്. അതിൻ്റെ കോമ്പോസിഷൻ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കുമോ? മിക്സ് ചെയ്യപ്പെടുന്നത് കംപ്ലീറ്റ് എല്ലായിടത്തും ഒരേ റേഷ്യോയിലായിരിക്കുമോ? അങ്ങനെ ആയിരിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. So, such mixtures are called heterogeneous mixture. ഏത് എക്സാമ്പിൾ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. റൈസ് ആൻഡ് സാൻഡ് എന്നോ, റൈസ് ആൻഡ് ഡേർട്ട് എന്നോ, ക്ലിയർ? ഷുഗർ ആൻഡ് റൈസ് എന്നോ, എന്ത് നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റുന്ന രണ്ട് സബ്സ്റ്റൻസുകളെ മിക്സ് ചെയ്താൽ അതൊക്കെ എന്താണ്? ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ മിക്സ്ചേഴ്സിൻ്റെ വേറൊരു പ്രത്യേകത, മിക്സ്ചേഴ്സിലുള്ള ഡിഫറെൻറ്റ് സബ്സ്റ്റൻസുകളെ നമുക്ക് ഏതെങ്കിലും ഒരു ഫിസിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സുഖമായി സെപ്പറേറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്കൊന്ന് ഹോമോജീനിയസ് മിക്സ്ചർ ആണെങ്കിൽ തന്നെ, സോൾട്ട് സൊല്യൂഷൻ ആണെങ്കിൽ തന്നെ ഇവാപ്രേഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? വാട്ടർ വേർപെടും, സോൾട്ട് വേർപെടും. അങ്ങനെ നമുക്ക് ഫിസിക്കൽ മെത്തേഡുകൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അടുത്തത് പ്യുവർ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസ് മാത്രം ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്യുവർ സബ്സ്റ്റൻസ്. ആ സബ്സ്റ്റൻസിൽ ചിലപ്പോൾ കുറേ ആറ്റങ്ങളൊക്കെ ചേർന്നിട്ടുണ്ടായ സബ്സ്റ്റൻസ് ആയിരിക്കാം. ഒരു ടൈപ്പ് ആറ്റം തന്നെ ചേർന്നുണ്ടായ സബ്സ്റ്റൻസ് ആണെന്നില്ല. വ്യത്യസ്ത ആറ്റങ്ങൾ ചേർന്ന
മോളിക്യൂളുകൾ കൊണ്ട് നിർമ്മിച്ച സബ്സ്റ്റൻസും ആകാം. പക്ഷെ ഒരു സബ്സ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സാമ്പിൾ ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹൈഡ്രജൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തേ ഉള്ളൂ? ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന് ഹൈഡ്രജൻ മോളിക്യൂളുകൾ ഉണ്ടായിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കുറേ ഹൈഡ്രജൻ മോളിക്യൂളുകൾ, അതിനാണ് നമ്മളെന്ത് പറയുന്നത്? ഹൈഡ്രജൻ ഗ്യാസ്. അത് ഒരൊറ്റ സബ്സ്റ്റൻസ് ആണ് അല്ലേ? ഇപ്പോൾ ഡയമണ്ട് നിങ്ങൾ എടുക്കുന്നു. ഡയമണ്ട് എന്ന് പറയുന്ന വസ്തുവിൽ ഒറ്റൊരു വസ്തുവല്ലേ, ഒരു മാറ്റർ അല്ലേ, അത് ഒരു സബ്സ്റ്റൻസ് ആണ്. ക്ലിയർ? അത് നിർമ്മിച്ചിരിക്കുന്നത് ഫുൾ എന്തുകൊണ്ടാണ്? കാർബൺ ആറ്റം കൊണ്ടാണ്. അപ്പോൾ അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. നേരെ മറിച്ച് ഇപ്പോൾ നിങ്ങൾ ഷുഗർ എടുക്കുന്നു. ഷുഗറിലുള്ള മോളിക്യൂളുകൾ എന്താ? C12H22O11 എന്ന് പറയുന്ന മോളിക്യൂളുകൾ ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? ഷുഗർ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അത് ഒരൊറ്റ സബ്സ്റ്റൻസ് അല്ലേ? അല്ലേ? അതെ. പക്ഷേ അത് നിർമ്മിച്ചിരിക്കുന്ന മോളിക്യൂളുകളിൽ കുറേ ടൈപ്പ് ആറ്റങ്ങളുണ്ട്. കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെ വ്യത്യസ്ത തരം ആറ്റങ്ങളൊക്കെ ചേർന്നിട്ടായിരിക്കും അതുണ്ടായിരിക്കുക. പക്ഷെ അത് ഒരൊറ്റ സബ്സ്റ്റൻസ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്യുവർ സബ്സ്റ്റൻസ്. ഈ പ്യുവർ സബ്സ്റ്റൻസ് മീൻസ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി വൺ സബ്സ്റ്റൻസ്. ക്ലിയർ? വിച്ച് കൺസിസ്റ്റ് ഓൺലി വൺ സബ്സ്റ്റൻസ്. Pure substance can be classified into two: element and compound. Element means the pure substance which is made up of one type atoms. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രജൻ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അതിൻ്റെ അകത്ത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഹൈഡ്രജൻ ആറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഡയമണ്ട് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അതിൻ്റെ അകത്ത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? കാർബൺ ആറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഒരു ഇരുമ്പ് ദണ്ട് എടുക്കുന്നു, അയേൺ റോഡ് എടുക്കുന്നു, അതിൻ്റെ അകത്ത് എന്തേ ഉണ്ടാവുള്ളൂ? അയേണിൻ്റെ ആറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ക്ലിയർ? ഇങ്ങനെ വൺ ടൈപ്പ് ആറ്റങ്ങൾ മാത്രം ചേർന്ന പ്യുവർ സബ്സ്റ്റൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എലമെന്റ്. എലമെന്റ് ഈസ് ദി പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വൺ ടൈപ്പ് ആറ്റംസ്. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് കോമ്പൗണ്ടുകൾ. കോമ്പൗണ്ട് മീൻസ് ഇറ്റ് ഈസ് ഓൾസോ എ പ്യുവർ സബ്സ്റ്റൻസ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ പോലെയുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദി പ്യുവർ സബ്സ്റ്റൻസ് ബട്ട് ഇറ്റ് കണ്ടെയ്ൻസ് മോർ ദാൻ വൺ ടൈപ്പ് ആറ്റംസ്. ദി പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മോർ ദാൻ വൺ ടൈപ്പ് ആറ്റംസ് ആർ കോൾഡ് compounds, and these type atoms combines in a fixed ratio. Example, ഇപ്പോൾ വാട്ടർ നമ്മൾ എടുത്തു. ഇറ്റ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്. വാട്ടർ മാത്രമേ ഉള്ളൂ അവിടെ. പക്ഷേ വാട്ടർ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? H2O എന്ന് പറയുന്ന മോളിക്യൂളുകൾ അടുക്കി വെച്ചാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? വാട്ടർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള H2O ഹൈഡ്രജനും ഓക്സിജനും ഏത് റേഷ്യോയിൽ കമ്പൈൻ ചെയ്ത്? 2:1. അങ്ങനെ ആ ഒരു ഡെഫിനിറ്റ് റേഷ്യോയിൽ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഡിഫറെൻ്റ് ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന ഒരു പ്യുവർ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ട്. കോമ്പൗണ്ട് ഈസ് ദി പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മോർ ദാൻ വൺ ടൈപ്പ് ആറ്റംസ് വിച്ച് ഈസ് കമ്പൈൻഡ് ഇൻ എ ഫിക്സ്ഡ് റേഷ്യോ. എക്സാമ്പിൾ വെച്ച് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. വാട്ടർ H2O. It is a pure substance and it is also a compound. Clear? Sugar. Then glucose C6H12O6 ആണ് അതിനകത്തുള്ള മോളിക്യൂളുകൾ. അപ്പോൾ ഇത് ചേർന്നുണ്ടാകുന്ന ഒറ്റൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ് എന്താണ്? ഗ്ലൂക്കോസ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ an example for compound carbon dioxide gas. ഒറ്റൊരു സബ്സ്റ്റൻസ് അല്ലേ? പക്ഷെ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തുള്ള മോളിക്യൂൾ എന്താണ്? CO2 ആണ്. കാർബണും ഓക്സിജനും ചേർന്നതാണ്. അതുകൊണ്ട് അതെന്താണ്? കോമ്പൗണ്ട് ആണ്. ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന പ്യുവർ സബ്സ്റ്റൻസ്. ദാറ്റ് ഈസ് കോൾഡ് കോമ്പൗണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി നമുക്ക് അടുത്തതായിട്ട് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ നോക്കാം. അതായത് ഒരു വസ്തുവിൻ്റെ ഗുണങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് പറയാം. മാറ്ററിന് ഫിസിക്കൽ പ്രോപ്പർട്ടികളും ഉണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടികളും ഉണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം മാറ്ററിന് ഒരു ഡെഫിനിറ്റ് കോമ്പോസിഷൻ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇപ്പം കോമ്പൗണ്ടുകളെല്ലാം നമ്മൾ പറഞ്ഞ ഒരു ഡെഫിനിറ്റ് റേഷ്യോയിലാണ് കമ്പയർ ചെയ്തത്. വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മോളിക്യൂളിൻ്റെ കോമ്പോസിഷൻ എന്താണ്? H2O. ഇങ്ങനെ സബ്സ്റ്റൻസുകൾക്ക് ഒരു ഡെഫിനിറ്റ് കോമ്പോസിഷൻ ഉണ്ടാവുമല്ലോ. ഈ ഡെഫിനിറ്റ് കോമ്പോസിഷനിൽ ഒരു ചേഞ്ചും വരുത്താതെ
നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ദോസ് പ്രോപ്പർട്ടീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് കെമിക്കൽ കോമ്പോസിഷൻ. ഒരു പ്യുവർ സബ്സ്റ്റൻസിൻ്റെ കെമിക്കൽ കോമ്പോസിഷനിൽ ഒരു ചേഞ്ചും വരുത്താതെ നമുക്ക് അളന്നെടുക്കാൻ പറ്റുന്ന, മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടികളെയാണ് എന്ത് പറയുന്നത്, ഫിസിക്കൽ പ്രോപ്പർട്ടി. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഈ പെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കളർ എന്താണ് കൂടെ, വൈറ്റ് കളറാണ്. അത് ഞാൻ അതിൻ്റെ കളർ പറഞ്ഞു, അതിൻ്റെ ഒരു പ്രോപ്പർട്ടി ഗുണം പറഞ്ഞു അല്ലേ. ഇതിനെന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ, ഇതിൻ്റെ കോമ്പോസിഷനിൽ എന്തെങ്കിലും എനിക്ക് ചേഞ്ച് വരുത്തേണ്ടി വന്നോ, ഇല്ല. അപ്പോൾ ഇതെന്താണ്, കളർ എന്താണ്, ഏതിന് എക്സാമ്പിളാണ്, ഫിസിക്കൽ പ്രോപ്പർട്ടി. ക്ലിയർ? ഇതിൻ്റെ ഓർഡർ, ഇത് ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കി, ഇതിനെന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ, ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനിൽ എന്തെങ്കിലും മാറ്റം വന്നോ, ഇല്ല. സോ ഓർഡർ ഈസ് ഓൾസോ എ ഫിസിക്കൽ പ്രോപ്പർട്ടി. ഇത് സ്ഥിതി ചെയ്യാൻ ആവശ്യമുള്ള സ്ഥലം ഞാൻ അളന്നെടുത്തു. അതിനെന്താ പറയുക നമ്മൾ, വോളിയം. ഒക്കുപ്പൈ ചെയ്യുന്ന സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വോളിയം. ക്ലിയർ? ആ വോളിയം നമ്മൾ മെഷർ ചെയ്തെടുത്തു. ഇതിൻ്റെ ലെങ്ത് ഞാൻ മെഷർ ചെയ്തു. എന്തെങ്കിലും ഇതിന് മാറ്റം വരുമോ, ഇല്ല. അതൊക്കെ എന്ത് പ്രോപ്പർട്ടിയാണ്, ഫിസിക്കൽ പ്രോപ്പർട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ ലെങ്ത്, വോളിയം, കളർ, ഓർഡർ. ഇത് ഞാൻ വാട്ടർ എടുത്തു. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എനിക്ക് മെഷർ ചെയ്യണം. അപ്പോൾ വാട്ടറിന് എന്ത് ചെയ്യേണ്ടി വരും, എനിക്ക് ബോയിൽ ചെയ്യേണ്ടി വരും. പക്ഷെ ബോയിൽ ചെയ്താലും അതിൻ്റെ കോമ്പോസിഷൻ എന്ത് തന്നെയാണ്, വാട്ടർ വേപ്പർ ആയി കഴിഞ്ഞാലും H2O മോളിക്യൂളുകൾ തന്നെയല്ലേ. അത് കുറേ അകലത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ വേപ്പർ ഫോമിലേക്ക് മാറുമ്പോൾ, ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് മെഷർ ചെയ്യണമെങ്കിലും എനിക്ക് എന്തിലും മാറ്റം വരുത്തണ്ട, H2O എന്ന് പറയുന്നത് അതിൻ്റെ കോമ്പോസിഷനിൽ ഒരു മാറ്റം വരുത്തണ്ട. ക്ലിയർ അല്ലേ? അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്തിന് എക്സാമ്പിളാണ്, ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക് എക്സാമ്പിളാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദോസ് പ്രോപ്പർട്ടി വിച്ച് ക്യാൻ ബി മെഷേർഡ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് കെമിക്കൽ കോമ്പോസിഷൻ ആർ കോൾഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് വൺ, മാറ്ററിന് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടീസ്, ഇതിൻ്റെ ഈ ഗുണങ്ങൾ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ, മെഷർ ചെയ്തെടുക്കണമെങ്കിൽ വി ഹാവ് ടു ചേഞ്ച് ഇറ്റ്സ് കെമിക്കൽ കോമ്പോസിഷൻ. കെമിക്കൽ കോമ്പോസിഷനിൽ ചേഞ്ച് വരുത്തി മാത്രം നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടികളാണ് കെമിക്കൽ പ്രോപ്പർട്ടി. എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഒരു സബ്സ്റ്റൻസിൻ്റെ കമ്പസ്റ്റൻ റിയാക്ഷനിൽ പങ്കെടുത്താൽ എന്താ പ്രൊഡക്റ്റ് കിട്ടുമെന്നൊക്കെ അറിയണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളതിനെ ബേൺ ചെയ്യിക്കണം, കമ്പസ്റ്റ് ചെയ്യിക്കണം ഇല്ലേ. ഓക്സിജൻ്റെ പ്രസൻസിൽ അതിനെ കത്തിക്കണം. അപ്പോൾ അത് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് ഈ സബ്സ്റ്റൻസ് എന്തായിട്ട് മാറും, വേറൊരു സബ്സ്റ്റൻസ് ആയിട്ട് മാറും. ക്ലിയർ? ഇപ്പം നമ്മൾ അതേപോലെ തന്നെ ഒരു വസ്തുവിൻ്റെ അസിഡിറ്റി നമുക്ക് മെഷർ ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും, ഒരു ബേസുമായിട്ട് ട്രീറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് ആ സബ്സ്റ്റൻസ് എന്തായി മാറി, വേറൊരു പ്രൊഡക്റ്റ് തരും, വേറൊരു സബ്സ്റ്റൻസായി മാറും. അപ്പം അങ്ങനെയുള്ള റിയാക്ഷനുകളെല്ലാം എന്താണ്, കെമിക്കൽ പ്രോപ്പർട്ടീസാണ്. ഓൾ കെമിക്കൽ റിയാക്ഷൻ, അത് കമ്പസ്റ്റൻ ആയിക്കോട്ടെ, അത് അസിഡിറ്റി ആയിക്കോട്ടെ, ബേസിറ്റി ആയിക്കോട്ടെ, ഡീകമ്പോസിഷൻ ആയിക്കോട്ടെ, ഒരു സബ്സ്റ്റൻസിനെ വിഘടിക്കുമോ നമ്മൾ നോക്കണം. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ട് അതിനെ എന്ത് ചെയ്യേണ്ടി വരും, വിഘടിപ്പിക്കേണ്ടി വരും. അന്നേരത്തേക്ക് അത് വേറെ പ്രൊഡക്റ്റ് ആയിട്ട് മാറിയില്ലേ. ക്ലിയർ? ഇങ്ങനെ കെമിക്കൽ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് അറിയാൻ പറ്റുന്ന പ്രോപ്പർട്ടികളെയാണ് എന്ത് പറയുന്നത്, കെമിക്കൽ പ്രോപ്പർട്ടീസ്. Those properties which can be measured only by changing its chemical composition are called chemical properties. Okay.